ഇടവയിലെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഈ ഒരു ഭവനത്തിൽ ഉണ്ടായ ഒരു പ്രയാസം ബഹുമാരുടെ അച്ഛന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ നൈനാൻ ജേക്കബച്ചനൊക്കെ എന്നെ വിളിച്ച് പറയുകയും അന്ന് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ അന്ന് മറ്റൊരു പ്രയാസമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് പോകാനായിട്ടിടയായതുകൊണ്ട് അന്ന് വരാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇന്ന് ബഹുമാരുടെ അച്ഛൻ ആരാധനയ്ക്ക് ഇവിടെ ക്ഷണിച്ചപ്പോൾ അപ്പോൾ ഈ പ്രാർത്ഥനയുണ്ടെന്ന് അറിയുകയും അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്കും അതിലൊന്ന് പങ്കെടുക്കണം. കാരണം അന്ന് വരാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇവരുടെ ദുഃഖത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഒരംശമായിട്ട് അവിടെ നിൽക്കണം എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഞാനും വരാനായിട്ട് തീരുമാനിച്ചത്. ബഹുമാനയുടെ അച്ഛൻ വളരെ സ്നേഹത്തോടെ വീണ്ടും എന്നെ വിളിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് ഈ ഒരു ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് സ്തോത്രം. പരിചിതമായിട്ടുള്ള അനേകം മുഖങ്ങൾ ഈ പള്ളിയിലുണ്ട്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ പിതാവുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാൻ വേണ്ടി ഒന്ന് നിൽക്കുമെങ്കിൽ ഉണ്ട്. ഓക്കെ, പേരെന്ത്? സാബുന്ന്. അമ്മ മുറിക്കകത്ത് ഞാൻ കണ്ടു, അവിടെ നിൽക്കുന്നത് കണ്ടു. ഒരു സഹോദരനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, മോനെന്ത് ചെയ്യുക? ഗൾഫിൽ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? അവരുടെ വൈഫുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ചോദിച്ചത് അവരെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള, അവരുടെ മുഖം കണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത എനിക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ദുഃഖത്തിൻ്റെ അനുഭവത്തിലാണ് നിൽക്കുന്നത്. നോമ്പ് പ്രാർത്ഥനയോട് ചേർന്നുള്ള ഈ ഒരു പ്രാർത്ഥന ഇവിടെ ക്രമീകരിക്കാൻ ഇടയായതോർത്തും ദൈവത്തിന് സ്തോത്രം. വേദന അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനേക ജീവിതങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുവാൻ ഞങ്ങൾക്ക് അവസരവും പദവിയൊക്കെ ലഭിക്കുന്നതുകൊണ്ട് ഈ വേദനയുടെ യഥാർത്ഥമായിട്ടുള്ള അനുഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീട്ടിലെ മാതാപിതാക്കൾക്കും സഹോദരനുമാണ്. മറ്റാർക്കും അത്രത്തോളം ആഴത്തിൽ അത് മനസ്സിലാക്കുവാൻ ഈ ലോകത്തിൽ സാധിക്കത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഭാരം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ സമാനമായ അനുഭവങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ വന്നെങ്കിൽ അവർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മകൻ തൻ്റെ ഒരു ഇളം പ്രായത്തിലാണ് ഈ ലോകം വിട്ട്, ഒരു അസുഖം മൂലം ലോകം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, മരണം യൗവനപ്രായത്തിലായാൽ അതിദുഃഖമാണ് എന്ന് പറയുന്നുണ്ട്. പ്രായമായി ഒരാൾ മരിക്കാറായി കിടക്കുന്നു, നമുക്കറിയാം രോഗമായി മരിക്കും, പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ആ ജീവിതത്തിനും വിലയുണ്ട്. ബന്ധങ്ങൾ വേർപെടുമ്പോൾ ആഴമേറിയ ദുഃഖങ്ങൾ നമുക്കുണ്ട്. എങ്കിലും ഇനിയും ജീവിക്കാൻ അനേകം സംവത്സരങ്ങൾ ബാക്കിയിരിക്കുന്ന ഒരു യൗവനക്കാരൻ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ ഉള്ളിലെ ആ ദുഃഖം മനസ്സിലാക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. സഹോദരൻ്റെ ആ പ്രയാസം മനസ്സിലാക്കാനും എല്ലാവർക്കും സാധ്യമല്ല. അവൻ്റെ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ഒരു സഹോദരൻ ഇളം പ്രായത്തിൽ മരിച്ചു പോയപ്പോൾ അവൻ്റെ ഇളയ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അവനിങ്ങനെ മിണ്ടാതെ നടക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞത്, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ. അതൊരു വലിയ ദുഃഖമാണ്. ആരോടും കൂടുതൽ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ. അതുകൊണ്ട് ഈ ഒരു ദുഃഖത്തിൻ്റെ അവസരം നമ്മൾ തന്നെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് പഠിക്കുകയല്ലാതെ അതിന് വേറെ മാർഗമില്ല. എന്നാൽ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നമ്മളാരും ക്രൂരരായിട്ടുള്ള മനുഷ്യരല്ലല്ലോ.
നമുക്ക് ദൈവം പഠിപ്പിച്ചൊരു പാഠമുണ്ട്, അനുകമ്പ എന്നൊരു പാഠമുണ്ട്. കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ് മനസ്സലിവെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് മാമോദീസ വെള്ളം തലയിൽ വീണിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സലിവിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം. ആ മനസ്സലിവിൻ്റെ അനുഭവത്തിലാണ് മറ്റുള്ളൊരു ദുഃഖത്തെ നമ്മൾ വാങ്ങുവാനായിട്ടും അവരോട് ചേർന്ന് നിൽക്കുവാനും. വേദോസിൽ വാക്യമുണ്ട്, കരയുന്നവരുടെ കരയണം, ചിരിക്കുന്നവരുടെ ചിരിക്കണം എന്ന് പറയുമ്പോൾ അത് പങ്കിടുമ്പോൾ അത് വർദ്ധിക്കും. വേദന വർദ്ധിക്കുകയല്ല, വേദന ആശ്വാസം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തിലാണ് നാം ഈ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ഒരു ക്രമീകരണം ചെയ്ത് ഈ ഭവനത്തിൽ ഈ ഒരു നോമ്പ് പ്രാർത്ഥന ഇവിടെ ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചത്. അത് ആ വേദന പങ്കിടുവാനും സർവശക്തനായ ദൈവം മാതാപിതാക്കൾക്കും സഹോദരനും കുടുംബത്തിനും ദൈവിക ആശ്വാസം പകരട്ടെ എന്ന് പ്രതിയാൽ പ്രാർത്ഥിക്കുവാനുമാണ് നാം അവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. വലിയവനായ ദൈവം അപ്രകാരം നിന്റെ മക്കൾക്ക് ആശ്വാസം നൽകട്ടെന്ന് പ്രതിയാൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ സന്ദർഭങ്ങളിൽ പരിശുദ്ധ സഭയുടെ പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടതൊക്കെയാണ് നമുക്ക് അതിനെ ഒരാശ്വാസത്തിൽ പോകാനായിട്ട് പ്രയാസമുള്ളത്. നമ്മുടെ യാമപ്രാർത്ഥനകളുടെ ഒരു പ്രത്യേകമായൊരു ഗീതമുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലതൊക്കെ ഒന്ന് ചൊല്ലുന്നതല്ല പലപ്പോഴും. ഞാനിത് കേട്ടത് ഒരുപക്ഷെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഈ പാട്ട് യാമപ്രാർത്ഥനകൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സന്ധ്യാ നമസ്കാരങ്ങളിൽ ചെയ്യുമ്പോഴും അവിടെ ആ പാട്ട് പ്രിൻ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പൗരസ്ത്യ പിതാക്കന്മാർ എഴുതിയ ഒരു പാട്ടാണ്. ദുഃഖത്തിൻ്റെ സമയങ്ങളിലും മരണത്തിൻ്റെ വേളകളിലും അത് പാടി അതിൽ ആശ്വാസം കാണുന്നതായ ആളുകളുണ്ട്. വെറുതെ നമ്മളൊരു കൺവെൻഷൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ശകലം പാടി അങ്ങനെ അത് നല്ല പാട്ടുകളൊക്കെ ഞാൻ അതിനെ ഒന്ന് റെഡിക്കുള്ളി സംസാരിക്കുന്നില്ല. എന്നാൽ പൂർവ്വപിതാക്കന്മാർ അവരുടെ ഏത് സാഹചര്യങ്ങളെ നേരിടുവാൻ തക്കണം പഠിപ്പിച്ചതായ ചില ലിറ്റർജിക്കൽ സോങ്സ് ഉണ്ട്. ആരാധനാ സംബന്ധമായിട്ടുള്ള ചില പാട്ടുകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കണം. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഒരച്ഛൻ തൻ്റെ അമ്മ മരണക്കിടക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ചെറുപ്പക്കാരനച്ഛന്, ഞാൻ ആ ഭവനത്തിൽ പോയപ്പോൾ ഈ അച്ഛൻ ഈ അമ്മയും ചേർന്ന് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്താൽ ഞങ്ങളുടെ വർഗത്തെ നൂതനമാക്കണമേ. ഇതിന് പല നിറങ്ങളുണ്ട്. ഓരോ സന്ദർഭത്തിൽ ഓരോ ട്യൂൺ 8 നിറങ്ങളിൽ പാടാവുന്നൊരു പാട്ടാണ് ഈ പാട്ട്. ഞാൻ അതിൻ്റെ ഒരു നിറത്തിൻ്റെ ഒരു ഭാഗത്തിൽ പാടുന്നു മാത്രമേ ഉള്ളൂ. കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്താൽ ഞങ്ങളുടെ വർഗത്തെ നൂതനമാക്കണമേ. ഏത് മരണ സന്ദർഭത്തിലും നമ്മൾക്ക് ആശ്വാസം നൽകുന്നത് ഇവിടെ പ്രിയദാസൻ പ്രാർത്ഥനയിൽ ഓർത്തതും പ്രിയദാസി പ്രാർത്ഥിച്ചപ്പോഴും ഒക്കെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. അവൻ്റെ പുനരുത്ഥാനം, ആ പുനരുത്ഥാനമാണ് യഥാർത്ഥത്തിൽ ഏത് മരണത്തിൻ്റെയും ഏത് ഇരുട്ടിൻ്റെയും ഏത് ദുഃഖത്തിൻ്റെയും ഭാരത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന പ്രത്യാശയുടെ അനുഭവവും വിശ്വാസവും. അതുകൊണ്ടാണ് പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ പാടിയത്, കരുണ നിറഞ്ഞവനേ പുനരുദ്ധാനത്താൽ ഞങ്ങളുടെ വർഗത്തെ നൂതനമാക്കണമേ. അനുതാപികൾക്കാശേ വാതിൽ തുറക്കണമേ. നിൻവരവിൻ കൃപയാൽ ജീവൻ നൽകണമേ. ഏതോ ഹൃദയം തട്ടി നിങ്ങൾ പാടുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞൊരു അച്ഛൻ തൻ്റെ അമ്മ മരണത്തിലേക്ക് പ്രവേശിക്കുന്നു തോന്നിയപ്പോൾ അമ്മയും മകനൂടെ കിടക്കൽ പാടുന്ന പാട്ടാണ്. അനുതാപികൾക്കാശേ പാപങ്ങളെ ഏറ്റുപറയുന്നവർക്ക് വാതിൽ തുറക്കണമേ. നിൻവരവിൻ കൃപയാൽ
ജീവൻ നൽകണമേ. ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ വീണ്ടും വരവ് നമുക്ക് പുതുജീവൻ നൽകുന്ന അവസ്ഥയാണെന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. നിൻ സുവിശേഷത്തിൽ വിശ്വാസം പൂണ്ടോർ അബ്രാം, ഇസാക്ക്, യാക്കോബ് എന്നിവർ തൻ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ, അവരുടെ ധൈര്യം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മരണസമയത്ത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അവരുടെ പ്രത്യാശയോടെ കാണിക്കുകയാണ്. അന്ന് ദൈവവചനം എഴുതിയതായ ആളുകൾ അവരുടെ ജീവിതത്തെ മനസ്സിലാക്കി, അവർ പറഞ്ഞതല്ല, അവരുടെ ജീവിതത്തെ മനസ്സിലാക്കി എഴുതിയാണ്. അല്ലേ, അവിടെ പറയുന്നു അബ്രഹാം കാലസമ്പൂർണനായി മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇസഹാക്കിൻ്റെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, യാക്കോബിൻ്റെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. മരിച്ച് മണ്ണോട് ചേർന്നെന്ന് എഴുതി വെച്ചിട്ടില്ല, പറഞ്ഞത് തൻ്റെ ജനത്തോട് ചേർന്ന്. ഡെത്ത് ഈസ് എ റീയൂണിയൻ അവിടെ പറയുന്നത്. ഡെത്ത് ഈസ് എ റീയൂണിയൻ വിത്ത് ദ ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തരായ വിശ്വാസമുള്ള ജനം, കർത്താവിന് ചേർക്കപ്പെട്ട ജനത്തോട് ചെന്ന് ചേരുന്നതാണ് മരണം. ഇറ്റ്സ് എ റീയൂണിയൻ വിത്ത് ദി പീപ്പിൾ ഓഫ് ഗാഡ് എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പാട്ട് പ്രകാരം വരുന്നത്. മടിയിൽ ആശ്വാസം പ്രാപിച്ചിടണമേ, വന്നവനും ഇനിമേൽ വരുവതിനുള്ളതിനും. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും മടിയിൽ ആശ്വാസം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയ പ്രത്യാശയുടെ ഒരു ധൈര്യം അതാണ്. അവരിയ്ക്കുന്ന സ്ഥലത്ത് നാമും എത്തിച്ചേരും എന്നുള്ളതായ ഒരു കൃപയാണ്. മരിച്ചോർക്കുത്ഥാനം നൽകുന്നോനും നീ, സ്തുത്യൻ നീ എന്ന ആത്മശരീരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മരിച്ചവർക്ക് ഉത്ഥാനമുണ്ടെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചവനായ ദൈവം അവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, സ്തുത്യൻ നീ എന്ന ആത്മശരീരങ്ങൾ. നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ള ചിന്ത. ഈ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് സ്വർഗത്തിൻ്റെ ആത്മശരീരങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവർ സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കർത്താവിൻ്റെ മടിയിലേക്ക്, അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ മടിയിലേക്ക് ഇതാ ഒരു പൈതലും കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അവർ ദൈവത്തിന് സ്തോത്രം കറി. അവൻ നഷ്ടപ്പെട്ടു പോകാതെ അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുമെന്ന് പറയുകയാണ്. ഇതാണ് നമ്മളെ വലിയ ആശ്വാസം പറയാൻ. സ്തുത്യൻ നീ എന്ന ആത്മശരീരങ്ങൾ. തമാശയായിട്ട് കാണരുത്. നിങ്ങൾ വർത്തമാനം പറയുന്നവർ കൊള്ളാം, പക്ഷെ തമാശയായിട്ട് എടുക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം തന്നായ ഈ ആത്മാവും ശരീരവും ജീവിതത്തിൻ്റെ അനുഭവങ്ങളും വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തിരിച്ച് കർത്താവിൻ്റെ സന്നിധി ചെന്നെത്തേണ്ടതാണെന്നുള്ളത് വിശ്വാസമാണ്. ആത്മശരീരങ്ങൾ ഒരുമിച്ചട്ടകസേക്കുന്നൻ കർത്താവേ, യാചന കൈക്കൊണ്ട് കാരുണ്യം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ പറയുന്നത് ഈ വ്യക്തിയോട് കാരുണ്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നാമും ഇവിടെ ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹത്തോടെ ദൈവശക്തിയോടെ നിൽക്കുമ്പോൾ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ വീട്ടിലുണ്ട്. രണ്ട് സഭകൾ, രണ്ട് ചർച്ചസ് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഒന്ന് എ വിസിബിൾ ചർച്ച് ആൻഡ് ഇൻവിസിബിൾ ചർച്ച്. അത് പ്രത്യേകം ഓർത്തണം. പരിശുദ്ധ മാർത്തോമാ സഭയുടെ ധ്യാനാത്മകമായ ആ സഭയുടെ പ്രത്യേകമായ വിശ്വാസത്തിലുള്ള രണ്ട് സഭകളാണ് പറയുന്നത്. ഒന്ന് വേദോസ്തം പറയുന്നത് അത് തന്നെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വിസിബിൾ ചർച്ച്. ആ വിസിബിൾ ചർച്ചിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നാമം. ഈ ലോകത്തിൽ കാണപ്പെടുന്നതായ സഭയാണ്. ഇറ്റ് ക്യാൻ ബി സീൻ ത്രൂ അവർ നേക്കഡ് ഐസ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അതിനെ കാണാൻ സാധിക്കും. നമ്മുടെ ഇടവക വിസിബിൾ ചർച്ചിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ആരാധന വിസിബിൾ ചർച്ചിൻ്റെ ഒരു ആ വിസിബിൾ എന്ന് പറഞ്ഞത് കാഴ്ചയിൽ നമ്മൾ കാണുന്ന, നമ്മുടെ ഇന്നത്തെ നഗ്ന നേത്രങ്ങൾ കാണാവുന്നതായ ഒരു സഭയുടെ ഒരു വലയമുണ്ട്. ഇൻവിസിബിൾ ചർച്ചുണ്ട്. ഇൻവിസിബിൾ, നമുക്ക് കാണാനായിട്ട്
നഗ്നനേത്രം കൊണ്ട് കാണാനായിട്ട് സാധിക്കാത്തൊരു സഭയാണ്. അത് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ സ്വർഗത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ആ ആരാധനാ സമൂഹത്തിലേക്ക് ചേരുവാൻ വേണ്ടിയാണ് നാം ഇവിടെ തത്രപ്പെടുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, പറഞ്ഞെന്നാണ് എനിക്ക് തോന്നി അല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഇടം ഒരുക്കുന്നവനായ ഒരു ദൈവം ഉണ്ട് അല്ലേ, പറഞ്ഞല്ലേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഇളമ്പൽ പ്രദേശത്ത് നിന്നും അനേകായിരം എണ്ണങ്ങൾ കർത്താവിന് ചേർക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യൻ നോക്കുന്ന പോലെയല്ല ദൈവം നോക്കുന്നത്. ഓർക്കണേ, മനുഷ്യൻ നോക്കുന്ന പോലെയല്ല ദൈവം നോക്കുന്നത്. ദൈവം ഹൃദയങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ നോക്കുമ്പോൾ അവൻ കൊള്ളാത്തവനാണ്, എന്നാൽ ദൈവത്തിൻ്റെ സഭയിൽ നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ സഭ നമ്മളോട് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ കണ്ണുകളുകൊണ്ട് കാണുമ്പോൾ അനേകം ആളുകളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പള്ളിയിലൊന്നും മുഖ്യസ്ഥാനം കാണത്തില്ലായിരിക്കാം. ചില രഹസ്യ ജീവിതങ്ങളുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളുണ്ട്. അവരെ കർത്താവ് കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തെ ശോധന ചെയ്ത കർത്താവുണ്ട്. അവർ കർത്താവിന് സന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആര് പോകും ആര് പോകത്തില്ല എന്നുള്ളതൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവൻ തന്നെ ഒരു തെറ്റാ ചെയ്യുന്നത്. കർത്താവിൻ്റെ ഡിസ്ക്രിപ്ഷൻ പവറിനകത്ത് കൈകടത്താൻ നമുക്ക് അവകാശം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചുള്ളത്. ലോകം മുഴുവൻ സഞ്ചരിച്ച് വരുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഭാരതത്തിൻ്റെ വിവിധമായ ഗ്രാമങ്ങളിൽ ഊടാടി സഞ്ചരിച്ച് പ്രവർത്തനം ചെയ്തപ്പോൾ കിട്ടിയൊരു ദർശനം ഇതാണ്. എന്നേക്കാൾ വിശുദ്ധരായിട്ടുള്ള അനേകം ആളുകളെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അവനൊരു വിദ്യാഭ്യാസം കാണത്തില്ലായിരിക്കാം, അവൻ പാവപ്പെട്ടവനായിരിക്കാം, പക്ഷെ ദൈവം അവനെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു വലിയ അനുഭവത്തിൻ്റെ കൃപയിൽ നിൽപ്പാനായിട്ട് നമ്മെ ദൈവം ഓർക്കുന്നത്. അതുകൊണ്ട് ഈ സഭ നൽകുന്ന വേദപുസ്തക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്രകാരം നിൽക്കണം. ഇവിടുത്തെ അപ്പനും അമ്മയും ആസ്വദിക്കാം, കാരണം അവൻ അബ്രഹാമിൻ്റെ മടിയിലുണ്ട്. അവനെ വീണ്ടും കാണാം. ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം. ഞാൻ സഭയിലെ ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു പട്ടക്കാരൻ, ആ പട്ടക്കാരനും ഞാനുമായിട്ട് അല്പ സ്നേഹബന്ധങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. വളരെ സേവനം ചെയ്ത, വളരെ കാര്യമായിട്ടുള്ള പ്രവർത്തനം ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ടായി. വളരെ പ്രയാസമാണ്. അദ്ദേഹം വിചാരിച്ചാൽ പരിഹരിക്കാൻ ഒക്കാത്തതായ ഒരു പ്രയാസം. ഞാനൊരിക്കൽ ചോദിച്ചു, അച്ഛൻ ഈ വിഷമത അച്ഛൻ മരിച്ചാലും തീരത്തില്ല, അതുപോലെ തുടരാൻ സാധ്യതയുണ്ട്, എന്നാൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല അച്ഛാ, എല്ലാം ദൈവം നടത്തും. ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം പറയാം. ഞാൻ വേദോസം വായിച്ച് അനേകം പ്രസംഗങ്ങൾ കൺവെൻഷൻ ചെയ്തിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവം പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, ദൈവം നന്മയല്ലാതെ തിന്മ ചെയ്യത്തില്ല. അപ്പോൾ എന്നെ ചലഞ്ച് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ആ വിഷമതയിൽ നിൽക്കുമ്പോഴും പറയും, എന്താ പറയുന്നത്, ദൈവം നന്മയെ ചെയ്യത്തുള്ളൂ, തിന്മ ചെയ്യത്തില്ല. ദൈവത്തിനെല്ലാം ഒരു ഉദ്ദേശം, ഡിവൈൻ പർപ്പസ് ബിഹൈൻഡ് എവറിത്തിങ് എന്നാ പറയുന്നത്. ഞാൻ അച്ഛാ ഇതങ്ങനെ ഉറപ്പിച്ചതിനും പറയും. അദ്ദേഹം പറഞ്ഞു, 10 പ്രാവശ്യമല്ല, 100 പ്രാവശ്യം, 1000 പ്രാവശ്യം ഉറപ്പിച്ച് ഞാൻ പറയും, ഗോഡ് ഡസ് ഓൺലി ഗുഡ്നസ് ഓൾ ദ ടൈം. ദൈവം നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, തിന്മ ചെയ്യത്തില്ല. ദൈവത്തിന് എല്ലാത്തിനും ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് മരിച്ചു പോയതുകൊണ്ട് സന്തോഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവം നന്മ ചെയ്യും. അതിനേക്കാൾ വലിയ അനുഭവങ്ങൾ ആ കുഞ്ഞിന് ദൈവം നൽകും. ഇതാണ് അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ജീവിച്ച് നിന്ന് എത്ര പോയാലും സാധിക്കാത്ത ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ഡൽഹിയിൽ പ്രവർത്തിച്ചപ്പോൾ, ഞാൻ എൻ്റെ ഡൽഹിയിലേക്ക് ഗാസിയാബാദ് സ്കൂളിൻ്റെ ഒരു പുതിയ സ്കൂൾ ആരംഭിക്കാനായിട്ട് സഭ തീരുമാനിച്ച് അങ്ങനെ അവിടെ അയച്ചപ്പോൾ അതിൻ്റെ കളക്ഷന് വേണ്ടി
ഒരു 3 കോടി രൂപ പിരിക്കണം. എനിക്കെന്നെ അറിയത്തില്ല, ഇതെന്ത് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അഭിയൊന്നിനായ ബർന്നവാസ് തിരുമേനി അതിനുവേണ്ടി കളം ഒരുക്കി തന്നു. അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞുകൊണ്ട് അഭിയൊന്നിനായ പൗലോസ് തിരുമേനി ചാർജ് എടുത്തു. തിരുമേനി എന്നോടൊപ്പം നിന്നു, എന്നോട് വേണ്ട പ്രോത്സാഹനം നൽകി. എല്ലാ ഇടവകളിലും കളക്ഷന് വേണ്ടി പോകാൻ തുടങ്ങി. നമുക്കെന്നറിയാം, മാർത്തോമാക്കാരൻ ഒരു പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആദ്യം വരുന്ന എതിർപ്പാണ്, നന്മയല്ല. ക്രിറ്റിസിസം, എതിർപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് നന്മ പറയുന്നത്. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവരാണ് ഈ സഭയുടെ ബലം. കാരണം അവരെതിർത്താൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോയിക്കോളും. അപ്പോൾ നമ്മളത് എല്ലാ സ്ഥലത്തും ഉള്ളൊരു പരിപാടിയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ഖരോൾബാഗ് പള്ളിയിൽ ചെന്ന ആദ്യത്തെ എൻ്റെ കളക്ഷൻ തുടങ്ങി. അന്നൊരു കുർബാനയോടുകൂടിയാണ് തുടങ്ങുന്നത്. സജി ജോസഫ് അച്ഛൻ എനിക്ക് നല്ല സ്നേഹിതനാണ്. അദ്ദേഹം എല്ലാ സൗകര്യം ചെയ്തു. അവിടെ ഞാൻ കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തപ്പോൾ ആളുകൾ ഇളകി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു സംഭവം എനിക്ക് തന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞിന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, ജോയൽ എന്നവൻ്റെ പേര്. ആ കുഞ്ഞിന് ചില നാളുകളായിട്ട് ലുക്കീമിയ, അവന് അക്യൂട്ടായിട്ടുള്ള മൈലോ അസുഖമാണ്. അതായത് ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണ്. പല പ്രാവശ്യം മരിച്ചുപോയി കുഞ്ഞ്, പിന്നെ ജീവിച്ചു വന്നു. ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ രോഗം വർദ്ധിച്ച് അങ്ങ് മരണത്തോടങ്ങ് സമീപിച്ച് നിൽക്കുകയാണ്. അവൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ, അവൻ്റെ അപ്പൻ്റെ സിസ്റ്റർ മിലിറ്ററിയിലെ ഒരു ബ്രിഗേഡിയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു വനിതയാണ്. അവരൊരു സ്ലിപ്പ് വന്ന് വികാരിച്ചന് കൊടുത്ത് ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇടവക്കാരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവൻ്റെ വിഷയം എല്ലാ വീട്ടിലും ഉണ്ട്, പ്രാർത്ഥന. കുർബാന മധ്യേ അല്പസമയം ഞാനൊന്ന് പോസ് ചെയ്തിട്ട് എനിക്ക് കുഞ്ഞിൻ്റെ വയസ്സ് കേട്ടപ്പോൾ എനിക്കൊരു വലിയ ദുഃഖം തോന്നി. അതും ആ രോഗത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഈ കുഞ്ഞ് വളരെ പ്രയാസത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നി. അവിടെ നിർത്തി അല്പം മധ്യസ്ഥ പ്രാർത്ഥന നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും അവരവർക്ക് വേണ്ടി പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ ഈ കുഞ്ഞിനെ ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുർബാനയെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മാവി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. അനുഗ്രഹകരമായ പ്രാർത്ഥനയാണ്. കുഞ്ഞിനെ ജീവനോട് തിരിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. കുഞ്ഞിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. കുഞ്ഞിനെ ജീവനോട് തിരികെ കിട്ടുമോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതം മറ്റൊരു രീതിയിലാകാം. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ ഒരു വലിയ കൂട്ടം ആളുകൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പള്ളിയിൽ ഉണ്ടായി. എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് നല്ല ഒരു നിലവിളിയുടെ പ്രാർത്ഥന ഉയരുന്നു. അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണം. അച്ഛനും കൊച്ചമ്മയോട് എൻ്റെ വീട്ടിലോട്ട് വരണം. നമ്മൾ എനിക്ക് വീട് എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ നാളെ രാവിലെ ഒരു കാർ അയക്കാം. ആ സ്ത്രീയുടെ ഒരു റിലേഷൻ, ഒരു അച്ഛനും മാർത്തോമാക്കാരൻ അവിടെ ഉണ്ട്. അച്ഛനോട് പറയാം അച്ഛനെ ഒന്ന് കൊണ്ടുവരാനായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അരമനയില്ല താമസിക്കാനുള്ളവരുണ്ട്, ഞങ്ങളങ്ങോട്ട് വരാം. പിറ്റേന്ന് രാവിലെ വന്നു. ഒരു 7:30 ആയപ്പോൾ വന്നു. ഞങ്ങൾ അവിടെ പോയി. അവരുടെ പാർട്സിനേജ്, അവൻ്റെ അമ്മ അവിടെ ഈ ഹോസ്പിറ്റൽ, അതായത് ഡൽഹിയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ്. അവരുടെ ക്വാർട്ടേഴ്സിൽ മേളിലോട്ട് നടന്നു കയറി അവൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അപ്പൻ അവിടെ ഇല്ല, അവൻ നൈജീരിയയിൽ ജോലി ചെയ്യുകയാണ്. അവൻ്റെ പെങ്ങളുണ്ട് അവിടെ, മാവിയുണ്ട്, അമ്മയുണ്ട്. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ ഈ കുഞ്ഞ് ഒരു സെറ്റിയിലിങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന കുഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ബെന്നിനകത്ത് വായിൽ നിന്ന് ഈ സൈഡിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ ഒലിച്ചിങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഉടനെ അവന് മാവി പറഞ്ഞു, അവനിപ്പോൾ ബ്ലഡ് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ വന്ന് അവരുടെ സന്തോഷത്തിൽ എഴുന്നേറ്റിരിക്കുക. എന്നിട്ടും അത് പോകുന്നില്ല, ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. കൊച്ചു നല്ല സുന്ദരനായിട്ടുള്ളൊരു കുഞ്ഞ്. ഉടനെ ഞാൻ അവനോട് ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ ചോദിച്ചു. മലയാള ഭാഷയിൽ നല്ല മറുപടി എനിക്ക് തന്നു. പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ യേശു അപ്പച്ചൻ എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞെട്ടിപ്പോയി ആ ഉത്തരം കേട്ടപ്പോൾ. എൻ്റെ അച്ഛൻ എനിക്ക് വേദനയോ പ്രയാസം ഒന്നും ഉണ്ടില്ല എന്ന് പറഞ്ഞത്, എൻ്റെ യേശു അപ്പച്ചൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് സുഖമാണ് എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ അമ്മ പറഞ്ഞു, അവനൊരു പാട്ടറിയാം, പാടും.
എൻ്റെ വൈഫ് ചോദിച്ചു, മോനെ ഒരു പാട്ട് പാടാമോ എന്ന് പറഞ്ഞു. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയ. ആ പാട്ട് മലയാളത്തിൽ അവസാനം വരെ ഒരു വാക്ക് തെറ്റിക്കാതെ ശുദ്ധ മലയാളത്തിൽ അവൻ പാടി. ഞങ്ങൾ അതിശയിച്ചു പോയി. ഡൽഹിയിൽ പഠിക്കുന്ന പിള്ളേർ നമുക്കറിയാം, ഒന്നേ ഹിന്ദി അല്ലെ ഇംഗ്ലീഷ്, മലയാളം പറയുമെന്നല്ലാതെ നല്ല ക്ലിയറായിട്ട്. ഉടനെ അവൻ്റെ മാവി പറഞ്ഞവന് സങ്കീർത്തനം കാണാതെ പറയും, 91 സങ്കീർത്തനം അവനറിയാം. ഉടനെ അവനോട് ചോദിച്ചു, അവൻ തന്നെ അങ്ങ് ചൊല്ലി മലയാളത്തിൽ 91 സങ്കീർത്തനം കാണാതെ അവസാനം വരെ ചൊല്ലി. ഉടനെ ഞങ്ങൾക്കും ഒരു വലിയ സ്നേഹം ഈ കുഞ്ഞിനോട് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിന്നെ ഇതാരാ പഠിപ്പിച്ചേ? ഇങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിച്ച ആരാണ്? ഉടനെ അവൻ ഇങ്ങനെ കൈ ചൂണ്ടി. ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ അമ്മയുടെ കാണിക്കുന്നു, അവൻ്റെ അമ്മയുടെ ഉള്ളിൽ കാണിക്കുകയാണ്. എന്നിട്ട് ഇയാളാ ഇതെല്ലാം പഠിപ്പിച്ചത്. ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞു, എടി നീ വിഷമിക്കണ്ട, ഒരുപക്ഷെ നിന്റെ മകൻ ലോകം വിട്ട് പോകുമായിരിക്കാം, പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാലും ഇത്രത്തോളം പഠിപ്പിക്കാൻ പല മാതാപിതാക്കൾക്കും സാധിക്കാത്തത്. 4-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടത്തിവിടുവാൻ നിനക്ക് സാധിച്ചെങ്കിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണത് നിന്റെ ജീവിതത്തിനകത്തെ. അവിടെ നിനക്ക് ആശ്വസിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ മാരാമൺ കൺവെൻഷൻ സമയത്ത് തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി ഒരു പ്രസംഗം ചെയ്തപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സ്പർശിയായിട്ട് തോന്നി. എന്താ ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഭിത്തിയിലെ പടം കണ്ട് യേശുവപ്പച്ചനാണെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായത്തിൽ ആ കുഞ്ഞിനത് മനസ്സിലാക്കാൻ നല്ലതാണെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ ഈ പടം, ദ പിക്ചർ ഷുഡ് ബി ബിക്കമിങ് എ പേഴ്സൺ ഇൻ ടു ദ ഹാർട്ട്. ഈ പടം അവൻ്റെ ഹൃദയത്തിൽ ജീവനുള്ള കർത്താവായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത് മാതാപിതാക്കളെ നിങ്ങളുടെ കടമയാണ് എന്ന് പറയുകയാണ്. പടം, പിക്ചർ പേഴ്സണായിട്ട് മാറണം, വ്യക്തിയായിട്ട് മാറണം. ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഈ അമ്മയെ ചൂണ്ടിക്കാണിച്ചവൻ പറഞ്ഞു, ഈ അമ്മയാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. വിശ്വാസ ജീവിതത്തിൽ ഉറച്ച് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ കൃപയോടുകൂടി ചെയ്ത് അനുഗ്രഹത്തോടെ പോകുമ്പോൾ അതിലൊരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ട്, ഒരു പ്രത്യാശയുടെ അനുഭവമുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഞാനിവിടെ എന്താ പറയണമെന്ന് ആലോചിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ ദൈവം തരുന്നത് നിങ്ങളോട് പറയുകയാണ്. വേദോസം എടുത്ത് പിടിച്ച്, പക്ഷേ ഞാൻ വാക്യം വായിച്ചില്ല. ദൈവം നൽകിയത് നിങ്ങളോട് പറയുകയാണ്. അത് വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ അതിനെ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിൽ ബോധ്യപ്പെടുത്തിയതായ വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിശ്വാസത്തിൻ്റെ കർത്താവിൽ ആഴമേറിയ വിശ്വാസമാണ് ഏത് ജീവിതത്തിലും, ഈ ഭവനത്തിൻ്റെ പ്രയാസത്തിൽ മാത്രമല്ല, ആരുടെ പ്രയാസങ്ങളിലും നമുക്ക് ആശ്വാസം നൽകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ലാസറിന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ലാസർ മരിക്കുമ്പോൾ കർത്താവ് യോഹന്നാൻ തന്നെ സ്നാനപ്പെടുത്തിയതായ യോർദാൻ കരയിൽ താമസിക്കുകയായിരുന്നു. അതിൻ്റെ തലേ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു കാരണമുണ്ട്. യഹൂദന്മാർ ഇവനെ ഓടിച്ചിട്ടടിക്കാൻ നോക്കുകയാണ്, കൊല്ലാൻ നോക്കുകയാണ്. ശിഷ്യന്മാരെല്ലാം പറയും, നമുക്ക് അല്പം ദൂരെ മാറി താമസിക്കാം. അങ്ങനെയാണ് യോർദാൻ്റെ കരയിലേക്ക് അവർ പോയി താമസിക്കുന്നത്. വിശുദ്ധനായ തോമസ് അപ്പോസ്തലൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കും മരിക്കാനായിട്ട് അവൻ്റെ കൂടെ പോകാമെന്ന് പറയുന്നുണ്ട്. കാരണം തിരിച്ച് യെരുശലേമിൽ ചെന്നാൽ അപകടമാണെന്നറിയാം. എന്നാൽ
ലാസറിന്റെ മരണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ആണ് കർത്താവ് ബഥാന്യയിൽ ആ ഭവനത്തിലേക്ക് ഈ യോർദാന്റെ കരയിൽ നിന്നും വരുന്നത്. ശിഷ്യന്മാരോടൊരു കാര്യം പറഞ്ഞു, നമ്മൾ അല്പം താമസിച്ച് ആ ഭവനത്തിൽ ചെല്ലുന്നതോർത്ത് ചെല്ലുകയാണ്. എന്നാൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെ ഓർത്ത് എന്താ കാര്യം? കർത്താവ് അവിടെ ചെന്നൊരു പ്രഖ്യാപനം ചെയ്തു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ള ആ വലിയ സത്യം അറിയിക്കുന്ന ആ വിശ്വാസം. ഈ വിശ്വാസമാണ് ഏത് ജീവിതത്തെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പ്രത്യാശയോടെ നിർത്തുന്ന വരും. കർത്താവാണ് നമ്മുടെ പുനരുത്ഥാനം, അവനാണ് ജീവൻ എന്ന് മനസ്സിലാക്കാനുള്ള അവസരം. അങ്ങനെ ശിഷ്യന്മാരോടുകൂടി യേശു ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ മാർത്ത ഓടി വന്നു. മാർത്തയുടെ പതിവുള്ള സംസാരങ്ങൾ ചെയ്യുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ. ഇത് ഓരോ ഭവനത്തിലുള്ള ആളുകളും ശ്രദ്ധിക്കണം. എന്താ ചോദിച്ചാൽ, മാർത്ത വെറുതെ വായിട്ടടിച്ച ഒരു വർത്തമാനമല്ല, ഒരു വീട്ടിൻ്റെ ദൈവശാസ്ത്രമാണ് പറഞ്ഞത്. ഷീ ഹാസ് എക്സ്പ്ലെയിൻഡ് ദ തിയോളജി ഓഫ് ദി ഹോം. എല്ലാ ഭവനത്തിനും ഒരു ദൈവശാസ്ത്രം ഉണ്ടായിരിക്കണം. എന്താ ഞാൻ പറഞ്ഞേ? എല്ലാ ഭവനത്തിനും എന്തുണ്ടാകണം? ഒരു ദൈവശാസ്ത്രം. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് എന്നാ? ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഇന്ററാക്ഷൻ, അതിലൂടെ ലഭിക്കുന്ന ദൈവികമായിട്ടുള്ള അംശങ്ങളാണ് സത്യങ്ങളാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ദൈവശാസ്ത്രം കടിച്ചാപ്പെട്ട അതൊരു വാക്കാന്ന് ആരും ചിന്തിക്കില്ല. തിയോളജി എന്ന് പറയുന്നത് ഏതാണ്ട് കടിച്ചാപ്പെട്ട വാക്കൊന്നുമല്ല. തിയോളജി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഇടപാടിൽ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് ദൈവശാസ്ത്രം. ആ അനുഭവങ്ങൾ ചിലർ വളരെ വ്യക്തമായിട്ട് എഴുതാറുണ്ട്. അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിലൊക്കെ എഴുതുമ്പോൾ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ അവർ വ്യക്തമാണ്. എല്ലാ ഭവനത്തിലുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ദൈവശാസ്ത്രമുണ്ട് എന്ന് വിശ്വസിച്ചോണം. ദൈവവും ഞാനും തമ്മിലുള്ള ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ, ജീവിത അനുഭവങ്ങളിൽ വാർത്തെടുത്തതായ ഒരു ദൈവിക ചിന്തയുണ്ട്. അതിനെ തട്ടിക്കുടഞ്ഞെടുത്ത് ജ്വലിപ്പിച്ച് കൃപയിൽ നിർത്തുക എന്നുള്ളതാണ് ഓരോ വീട്ടുകാരും ചെയ്യേണ്ട ഒരു കാര്യം. ഏത് ദുഃഖത്തിൻ്റെ സമയത്തെ നേരിടുവാൻ അത് നമ്മളെ സഹായിക്കും. മാർത്ത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എൻ്റെ അർത്ഥം എന്താ? യേശു ഉള്ളിടത്ത് എന്തില്ല? മരണമില്ല. മരണമെന്ന് പറയുന്ന ശാരീരിക മരണം മാത്രമല്ല, ഇവിടെ ഒരു ശാരീരിക വേർപാടാണ് സംഭവിച്ചത്. അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ മരണം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതൊക്കെ മരണമാണ്. മനുഷ്യബന്ധങ്ങൾ വിട്ടുപോകുന്നതൊക്കെ മരണത്തിൻ്റെ അവസ്ഥയാണ്. പ്രത്യേകം ഓർക്കണം, മനുഷ്യബന്ധങ്ങൾ വിട്ടുപോകുന്നതുകൊണ്ടാണ് ഇതിനെ മരണം എന്നുകൊണ്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവ് എവിടെയുണ്ടോ അവിടെ ജീവനാണുള്ളത്, മരണമല്ല എന്ന് ആര് പറയുകയാണ്? മാർത്ത പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശു എവിടെയുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ പാട്ട് പാടിയത്, കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ. അത് പാടുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു ആരാണ്. എപ്പോഴും ജീവിതത്തിൽ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം നൽകുന്നതായ ദൈവമാണ്. Where there is Christ, there is no death, there is life. ജീവിതമുണ്ടെന്നാണ് പറയുന്നത്. അവിടെ മാർത്ത വെറുതെ വായിട്ടടിച്ചതല്ല, മാർത്ത അനുഭവത്തിൽ പറയുകയാണ്. എന്നിട്ട് മാർത്ത അകത്തോട്ട് പോയി അടുത്ത കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? മറിയയോട് പറഞ്ഞു, സഹോദരൻ പറഞ്ഞു, മറിയയോട് വിലപിച്ചുകൊണ്ടിരിക്കുക, വിലപിക്കുന്നതിനപ്പുറമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറിയയുടെ സ്വഭാവം അതാണല്ലോ. അനേകം ആളുകൾ അവിടെ നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് മറിയ നിൽക്കുകയാണ്. ആൾക്കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ആര്? മറിയ. ആൾക്കൂട്ടത്തിന് മധ്യേ പ്രാർത്ഥിക്കും. ആരെല്ലാം എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലും പ്രാർത്ഥന. ഈ ബസ്സിനകത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യാത്രയിൽ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്തൊരാളാണ്. ട്രെയിൻ യാത്ര ദീർഘനാൾ ചെയ്തിട്ടുള്ളതാണ്. ഫ്ലൈറ്റ് ജേർണി പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളാണ് ഏറ്റവും പ്രാർത്ഥിക്കാൻ, വേദോസം വായിക്കാനും പറ്റിയ സമയങ്ങൾ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കട്ടെ. ഇറങ്ങി നിന്ന് കാണേണ്ടത് കണ്ടോ, പക്ഷെ തിരിച്ചു വരുമ്പോൾ നീ സ്വസ്ഥമായിരിക്കുമ്പോൾ നിന്റെ വേദോസം എടുക്കണം, പ്രാർത്ഥിക്കണം. ഏത് സ്ഥലത്തും
You have to recognize the presence of Jesus Christ. യേശുവിൻ്റെ സാന്നിധ്യം എവിടെയും തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അത്ഭുതങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. കണ്ണുനീർ തുടയ്ക്കുന്നവനാണ് അവൻ. അതുണ്ടാകും. അതുകൊണ്ട് ഈ മറിയോട് എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഗുരു വന്നിട്ടുണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? ഗുരു വന്നിട്ടുണ്ട്. വേറെ ഒന്നും പറഞ്ഞില്ല. ഗുരു വന്നിട്ടുണ്ട്. അത്രയും പറഞ്ഞാൽ മതി. മറിയയ്ക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണല്ലോ, നീണ്ടൊരു എസ്സേ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരു വാക്ക് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും അല്ലേ? നമ്മുടെ ഭവനത്തിലൊക്കെ അങ്ങനെയല്ലേ? ഭാര്യ ഭർത്താവോടെന്ന് പറയുമ്പോൾ ഒന്നും വലിയൊരു എസ്സേ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എഴുതി ഒറ്റ കാര്യം പറയുമ്പോൾ ഒരു നോട്ടം നോക്കുമ്പോൾ അറിയാം എന്താ കാര്യം എന്നുള്ളത് അറിയാം. ഇത് തന്നെ കർത്താവനല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ആന്നോ? അത് മനസ്സിലാകത്തുണ്ടെങ്കിൽ എല്ലാം കുഴഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ? ഭാര്യ ഇങ്ങനെ നോക്കുമ്പോൾ ഭർത്താവിന് ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. ആ ഷോർട്ട് ലാംഗ്വേജ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഗുരു വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഗുരു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഗുരു എന്ന് പറഞ്ഞ ആരാണ്? ദ വൺ ഹു ഡിസ്പെൽസ് ഡാർക്ക്നെസ് എന്നാ പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് ആള് ആരാണെന്ന് ചോദിച്ചാൽ ഇരുട്ടിനെ മാറ്റുന്നവൻ, മരണത്തെ നീക്കുന്നവനാണ് അല്ലേ? വിശുദ്ധനായ ദാവീദും പറഞ്ഞു, എന്നാ പറഞ്ഞത്? കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടക്കുമ്പോഴും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഉണ്ടല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിക്കും. നീ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു അവിടെ പറയുന്നത്. അവിടെ തേർഡ് പേഴ്സൺ സിംഗുലറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഹി അല്ലേ? അവൻ, അവൾ, അവർ എന്ന് പറയണമെങ്കിൽ അല്ലേ? നമ്മൾ വീട്ടിൽ ചെന്ന് മോനോടെ ഉണ്ടോ? അല്ല, അവൻ ഇവിടെ ഇല്ല എന്ന് പറയേണ്ട അർത്ഥം എന്തോ? അവൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ദൂരെ. നീ എന്ന് പറയണമെങ്കിൽ അല്ലേ? എൻ്റെ അർത്ഥം എന്നാ? നീ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്നാ? എന്താ അർത്ഥം? നല്ല കേട്ടോണ്ടിരിക്കുന്ന പള്ളിയിൽ ഞാൻ ശ്രദ്ധിച്ചു, നല്ലപോലെ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. ഷിബു ആയാലും നല്ലപോലെ അവിടെ വചനം നന്നായിട്ട് കേട്ടോണ്ടിരിക്കുന്നതൊക്കെ ഉണ്ടാവും എല്ലാവരും. ഞാൻ പറഞ്ഞതേ, നീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? കയ്യെത്താവുന്ന ദൂരത്തിൽ, കണ്ണെത്തുന്ന ദൂരത്തിൽ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നീ എന്നോട് കൂടി. അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലുമ്പോൾ ചിലർ പറയും എന്തുകൊണ്ടായി അങ്ങെന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത് അല്ലേ? തഹസീൽദാർ ഓഫീസിൽ ചെല്ലുമ്പോൾ, പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പം നമ്മളവിടെ നീ എന്ന് ഉപയോഗിച്ചാൽ തല്ല് കിട്ടും അല്ലേ? ശരിയാന്നോ? അങ്ങ് സാറേ അങ്ങ് എന്ന് പറയും. ചിലർ പറയും ദൈവത്തെ ഇത്ര ബഹുമാനമില്ലാതെ വിളിക്കുന്നല്ലോ എന്ന്. പൗരസ്ത്യ പറയുന്നത് നീ തന്നെ വിളിക്കണം എന്നാണ് പറയും. എന്താ കാര്യം? അതിൻ്റെ അർത്ഥം എന്നാണ്? യു എന്നുള്ള വാക്ക് തൊട്ടടുത്ത് നിൽക്കുകയാണ് അല്ലേ? അതിൻ്റെ തിയോളജി ഞാൻ പറയുന്നില്ല. അടുത്ത് നിൽക്കുന്നവൻ എന്നാണ്. ദാവീദ് അത് അന്ന് പഴയ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പറയുന്നത് ഗുരു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സാന്നിധ്യം മരണത്തിൻ്റെ ദുഃഖങ്ങളെയും അകറ്റും. ഗു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇരുട്ടെന്നാണ് സംസ്കൃതത്തിൽ. റു എന്ന് പറയുന്ന ഹിന്ദി അറിയാവുന്നവർക്കറിയാം. റുഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തടഞ്ഞ് നിർത്തുക എന്നർത്ഥം. മരണത്തിന്റെ അല്ലെങ്കിൽ ഇരുട്ടിനെ തടഞ്ഞു നിർത്തുന്നവെന്നാണ് അതിൻ്റെ അർത്ഥം. ഇരുട്ടിനെ മാറ്റിക്കളയുന്ന അർത്ഥം. മറിയോട് പറയാണ്, നീ ദുഃഖിക്കണ്ട, ഇരുട്ടിനെ മാറ്റുന്നവൻ നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ശരിയാണ്, അവൻ ഉണ്ടായിരുന്നെങ്കിൽ മരണം സംഭവിക്കത്തില്ല. എന്നാൽ ഇപ്പോഴും നീ വിഷമിക്കണ്ട, അവൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുക, സമയം പോയതുകൊണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇവിടുത്തെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇതുപോലെ അനുഭവമുള്ള ഓരോരുത്തരും, ഞങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. യേശു എൻ്റെ ഭവനത്തിലുണ്ട്. എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ കൂടെയുണ്ട്. എൻ്റെ കരം പിടിക്കുന്നവൻ കൂടെയുണ്ട്. അവൻ സമീപസ്ഥനാണ്. അവനിലൂടെ എൻ്റെ മകനെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിലൂടെ, യേശുവിലൂടെ എൻ്റെ മകനെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും, അറിയുവാൻ എനിക്ക് സാധിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
കാണപ്പെടുന്ന സഭയും കാണപ്പെടാത്തതായ അദൃശ്യമായ ഒരു സഭയും തമ്മിലുള്ള ബന്ധത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന് മധ്യം നിൽക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവന് മാത്രമേ ദുഃഖങ്ങളെ, ആഴങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദുഃഖിക്കുന്ന, കരയുന്ന എനിക്ക് പോലും എൻ്റെ ദുഃഖം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ആർക്കറിയാം? യേശുവിനറിയാം. ഇതാ എൻ്റെ പ്രത്യേകത. യേശുവിന് എൻ്റെ ദുഃഖത്തിൻ്റെ 4 ഇരട്ടി മാനങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അപ്രകാരം അതുകൊണ്ടാണ് ആ ഭവനം ഒരു ദൈവിക, മാർത്തയുടെയും മറിയുടെയും ഭവനം ഒരു ദൈവികമായ ചിന്തയുടെ ഒരു തിയോളജി രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര നാൾ പ്രാർത്ഥിച്ചു, എത്ര കുർബാന കൊണ്ടു. വാട്ട് ഈസ് ദ തിയോളജി ഓഫ് യുവർ ഹോം എന്ന് ചോദിച്ചാൽ അമ്മയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ദൈവശാസ്ത്രം, ക്രിസ്തുവുമായിട്ടുള്ള അനുഭവ ബന്ധം എന്താണ്? കാറ്റടിച്ചാലും കോള് വന്നാലും തകർന്നു വീഴാതെ നിൽക്കാൻ തക്കോണം സഹായിക്കുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ കഥ എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഭവനത്തിൽ അപ്രകാരം ദൈവം ഇടപെടട്ടെ. ദൈവികമായിട്ടുള്ള ധാതുക്കൾ, വിശ്വാസത്തിൻ്റെ ധാരണകൾ, വിശ്വാസത്തിൻ്റെ ആളത്വങ്ങൾ ഈ ഭവനത്തിൽ വ്യാപരിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവങ്ങളുടെ മഹത്വത്തിൽ മുന്നോട്ട് നിൽപ്പാൻ സഹായിക്കട്ടെ. വി നീഡ് the very presence of Jesus all the time. അത് സുഖത്തിലും ആവശ്യമാണ്, സന്തോഷത്തിലും ആവശ്യമാണ്, ദുഃഖങ്ങളിലും ആവശ്യമാണ്. ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സാന്നിധ്യമാണ്. ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടോ? ഒന്നും ഭയപ്പെടേണ്ട കാര്യം ഇല്ല. യേശുവേ, നീ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഭയത്തിനും അവകാശമില്ല, ഒരു ദുഃഖത്തിനും അവകാശമില്ല. നിന്നിലൂടെ എല്ലാം കാണുവാൻ എനിക്ക് സാധിക്കും, നിന്നിലൂടെ എല്ലാം സമാധാനമായി തീരുവാൻ എനിക്ക് സാധിക്കും. ബിക്കോസ് യു ആർ വിത്ത് മീ. നീ എന്നോട് കൂടെ ഉണ്ട്. ദൈവം നമ്മെ എല്ലാം ആശ്വസിപ്പിക്കട്ടെ.